കൂട്ടുകാരെ, ഇത് നോക്കണം. ഞാൻ നട്ട ചേമ്പാണിത്. പാൽച്ചേമ്പ് നട്ടത് ഞാൻ ഓണത്തിന് പോലും എടുക്കാതെ നിർത്തിയിരുന്നതാണ്. എന്നിട്ട് ഞാൻ ഇന്ന് ഇപ്പം ഇങ്ങോട്ട് നോക്കിയപ്പം ചാക്ക് കീറിയിരിക്കുന്നത് എന്തെന്നാണ് ഞാൻ നോക്കിയപ്പം അതിൻ്റെ ഇത് ഈ ചേമ്പ് മുട്ട ഇരുന്ന സ്ഥലം കണ്ട. ഈ ചേമ്പ് മുട്ടയുടെ ഭാഗത്തു നിന്നൊക്കെ ചേമ്പ് മുട്ടയില്ല, എല്ലാം വേരെല്ലാം വെളിയിരിക്കുന്ന ചാക്കിനെ വലിച്ച് കീറിയിട്ടേക്കുന്നു. ആള് പറിച്ചതുപോലെ ചെയ്തേക്കുന്നു. ഇത് പന്നിയാണ്, പെരിച്ചാഴിയാണ്, അതാ ഇനി കള്ളന്മാർ വന്ന് തോണ്ടി എടുത്തോണ്ട് പോയാന്നും അറിഞ്ഞൂടാ. ഇത് നോക്കണം എന്താണെന്നുള്ളത്. ഞാൻ അന്തം വിട്ടുപോയി ഇത് കണ്ടപ്പോഴത്തേക്ക്. പന്നിയാണെങ്കിൽ മൊത്തം ചാക്കോടെ മറിച്ചെന്നെ ഇരുന്നു. എനിക്ക് തോന്നണം പന്നിയല്ല, ഒന്നേ ആളുകൾ മോട്ടിച്ചോണ്ട് പോയതാണ്, അതും അറിഞ്ഞൂടാ. അതല്ലെങ്കിൽ പെരിച്ചാഴിയായിരിക്കും തോണ്ടിയെടുത്തിരിക്കുന്നത്. മീതെ ചാക്കിലിരുന്നതാണ് അതിൻ്റെ ഇത്. എന്നാൽ ഈ സൈഡുകളിൽ ഇരുന്നതെല്ലാം എടുത്ത് അടിയിലോട്ട് നമ്മൾ കോഴിവളം ഇട്ടതാണ് ഇരിക്കുന്നത്. മീതപ്പുറത്താണ് മണ്ണിട്ടിട്ടതാണ്. നല്ല മുട്ട ഉണ്ടായിരുന്നു. ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ്ട് നാരകം നിൽക്കണമുണ്ട്. ഈ സൈഡിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പം അവിടെ മുട്ട കണ്ട, പിഞ്ച് മുട്ടയാണ് ഇരിക്കുന്നത്. ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. കണ്ട, ഒന്നും ആയില്ല, പരുവായില്ല, പിഞ്ച് മുട്ടയാണ് ഇരിക്കുന്നത്. കണ്ട, ഇതെല്ലാം പിഞ്ച് മുട്ട. അത്രയും ഈ സൈഡിലിരിക്കുന്നത് ഒന്നും എടുക്കാൻ പറ്റില്ല. കാര്യം ഈ പന്നിയാണെങ്കിൽ ഇവിടെ നിന്നാണ്ട് ഈ നാര നിൽക്കണോണ്ട് തോണ്ടി എടുക്കാൻ പറ്റാത്തതാണ് എന്നറിഞ്ഞൂടാ. മറ്റേ സൈഡുകളിൽ ചുറ്റിനിരുന്നത് അത്രയും എടുത്തേക്കാണ്. കണ്ട, ഒന്നും പരുവായില്ല, പിഞ്ച് മുട്ട. ഈ ഒരു സൈഡിൽ ഈ മരത്തിൻ്റെ അടുത്തിരിക്കുന്നത് മാത്രമാണ് എടുക്കാതെ വെച്ചേക്കണം. ബാക്കിയുള്ള എല്ലാം ആ സൈഡിൽ ഇരുന്ന് അത്രയും കൊണ്ടുപോയി. ഇത് എന്താണ് എടുത്തതെന്ന് എനിക്കറിയില്ല. ഇനി ഇതിവിടെ വെച്ചിരുന്നാലും പറ്റില്ല. പക്ഷെ മുട്ട വരുവായില്ല. ഇനി ഈ നമ്മൾ ചേമ്പൊക്കെ കാച്ചിലും ചേമ്പും മട്ടണം വൃശ്ചിക മാസത്തിൽ എടുക്കേണ്ട പരുവത്തിന് നട്ടതാണ്. ഇതെന്താണ് ചെയ്തേക്കുന്നത്? ഈ ഒരു സൈഡിൽ മാത്രം ഇത്രയും പിഞ്ച് മുട്ടയിരിക്കുന്നത്. ബാക്കി ഇതാ ഇവിടെ എത്രയും അല്ല ചാക്ക് വലിച്ച് കീറി അത്രയും കൊണ്ടുപോയിരിക്കുകയാണ്. ഇതെന്താണെന്നുള്ളത് അറിഞ്ഞത്. അത്രയും വേര് മാത്രമേ കിഴങ്ങില്ല. നല്ല മുട്ടയുണ്ടായിരുന്നു ചെയ്തത്. കണ്ടപ്പോൾ സഹിക്കാൻ ആക്കണില്ല. തറയിൽ നട്ടിരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അത്രയും കൊണ്ടുപോയി. നല്ല മുട്ട, വലിയ മുട്ട ഇരുന്നത് എന്നതാ. നല്ല വലിയ മുട്ട ഇരുന്ന ഭാഗങ്ങളൊക്കെ കണ്ട. ഇങ്ങനെ ഇവിടെയൊക്കെ മുട്ട ഇരുന്നതെല്ലാം ഒടിച്ചൊടിച്ചിട്ട് പോയിക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി പോയി. ശരി, ഓക്കെ.